മായി ആസ്ട്രോവിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗ്രഹങ്ങളുടെ ചലനങ്ങളുടെ കാര്യത്തിൽ മാർച്ച് മാസം വളരെ പ്രത്യേകമാകും. മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ തുടർച്ചയായി നിരവധി ഗ്രഹസംക്രമങ്ങൾ നടക്കുന്നു. ആദ്യം മാർച്ച് 2-ന് ശുക്രൻ മീനരാശിയിലേക്ക് സംക്രമിക്കും. തുടർന്ന് മാർച്ച് 3-ന് പ്ലൂട്ടോ ശ്രാവണ നക്ഷത്രത്തിലേക്ക് കടക്കും. അതേ ദിവസം ചൊവ്വ ശതാഭിക്ഷ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് മാർച്ച് 4-ന് ശുക്രൻ ഉത്തരഭദ്രപാദ നക്ഷത്രത്തിലേക്ക് സഞ്ചരിക്കും. ഒടുവിൽ മാർച്ച് 5-ന് സൂര്യൻ പൂർവഭദ്രപാദ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. ഈ തുടർച്ചയായ ഗ്രഹസംക്രമണം 5 രാശിക്കാർക്ക് വളരെ അനുകൂലമായിരിക്കും. ഏത് രാശിക്കാർക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് ഇനി നോക്കാം. 1. മേടം രാശി, മിഥുനം രാശി, ചിങ്ങം രാശി, തുലാം രാശി, ധനുരാശി, മകരം രാശി. ആദ്യത്തേത് മേടം രാശി. മേടം രാശിക്കാർക്ക് ഈ തുടർച്ചയായ ഗ്രഹസംക്രമണം അത്യന്തം ശുഭകരമാണ്. പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ അനുഭവിക്കാം. തടസ്സപ്പെട്ട പണം തിരികെ ലഭിക്കും. പുതിയ കരിയറിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യും. പദവി പ്രാധാന്യം ഉയരുകയും ചെയ്യും. ബിസിനസ്സിൽ ലാഭം വേഗത്തിൽ വർദ്ധിക്കുകയും ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ സാധ്യമാക്കുകയും ചെയ്യും. കൂടാതെ കുടുംബാന്തരീക്ഷം സന്തോഷം സമാധാനം നിറഞ്ഞതായിരിക്കും. ആത്മവിശ്വാസം ഉയരുകയും ചെയ്യും. രണ്ടാമത്തേത് മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് കരിയറിൽ ചില പ്രധാന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സ്ഥാനക്കയറ്റം, ശമ്പള വർധന അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായേക്കാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരം ലഭിക്കുകയും പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുകയും സാമ്പത്തിക നില മെച്ചപ്പെടുകയും സാമൂഹിക പ്രതിഷ്ഠ ഉയരുകയും ചെയ്യും. പുതിയ ബന്ധങ്ങൾ ഭാവിയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ സഹായകമാകും. കൂടാതെ കരിയർ രംഗത്ത് പ്രയോജനപ്പെടുന്ന വ്യക്തികളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളും ലഭിക്കും. അടുത്തത് ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഈ കാലയളവ് ഏറെ അനുകൂലമാണ്. ഭാഗ്യം നിങ്ങളുടെ വശത്തായിരിക്കും. ജോലിയിലുള്ളവർക്ക് പുരോഗതി ലഭിക്കാനും സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും സാധ്യമാകാം. പുതിയ സാങ്കേതിക വിദ്യകളിൽ നീങ്ങാനുള്ള അവസരം ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടുകയും സമ്പത്ത് സമ്പാദിക്കുന്നതിന് എളുപ്പമാകും. കൂടാതെ കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുകയും നിങ്ങളുടെ നേതൃത്വ കഴിവുകൾ ശക്തമാക്കുകയും ചെയ്യും. അതുപോലെ മാതാപിതാക്കളുമായുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായി ഈ സമയത്ത് അനുകൂലമായ പല പ്രതിസന്ധികളും ഉണ്ടാകും. കൂടാതെ അവർക്ക് നിക്ഷേപ പദ്ധതികൾ നല്ല വരുമാനം ലഭിക്കും. സ്വത്ത് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കരിയർ മേഖലയിൽ സ്ഥിരത കൈവരിക്കുകയും മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ കഴിവിൽ കൂടുതൽ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുയോജ്യമായ കാലയളവാണ്. കൂടാതെ മത്സര പരീക്ഷകളിൽ അതുപോലെ അഭിമുഖങ്ങളിലും വിജയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ കാലയളവിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉയരുന്നു. പുതിയ ജോലി അവസരങ്ങൾ ലഭിക്കാം. ബിസിനസ്സിലും വളർച്ച തുടരും. പഴയ തർക്കങ്ങൾ പരിഹരിക്കുകയും പുതിയ വരുമാന സ്രോതസ്സുകൾ ഉയരുകയും ചെയ്യും. കൂടാതെ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടവർക്ക് കൂടുതൽ ലാഭം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുകയും നിക്ഷേപങ്ങളും സ്വത്ത് കാര്യങ്ങളും ഫലപ്രദമായിരിക്കും. മകരം രാശി. മകരം രാശിക്കാർക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി നേടാനുള്ള അനുയോജ്യമായ സമയമാണിത്. ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ സാധ്യതകൾ ഉണ്ടാകും. കൂടാതെ വരുമാന വർധനവിന്റെ സൂചനകളും കാണാം. നിങ്ങൾക്ക് ഭൂമി, വാഹനം എന്നിവ സ്വന്തമാക്കാനുള്ള അവസരവും ലഭിക്കും. സാമൂഹിക നില ഉയരുകയും കുടുംബജീവിതം സമന്വിതമായി തുടരുകയും ചെയ്യും. സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ സന്തോഷം നൽകും. സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാവിയെ പ്രകാശവനാക്കും.